നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് വൈസ് ആണ്. അതായത് ഉച്ചകോടികളും അതിന്റെ വേദികളും, ഉച്ചകോടിയും സബ്മിറ്റ്സും അതിന്റെ വേദികളുമാണ് നമ്മൾ നോക്കുന്നത്. 2025 നടന്നതും 2024 നടന്നതും ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ള ഉച്ചകോടികളും അതിന്റെ വേദികളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സബ്മിറ്റ്സും ചോദിക്കും, അതിന്റെ വേദികൾ ചോദിക്കും. അത് കഴിഞ്ഞ തവണ എവിടെ വെച്ച് നടന്നു, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന വേദികളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി വരുന്ന എക്സാംസിന് ഇപ്പോൾ നമുക്ക് സെക്രട്ടറി ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രി പ്രിലിമിനറി എക്സാം വരുന്നുണ്ട്, ഫോഴ്സിന്റെ എക്സാംസ് വരുന്നുണ്ട്, പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അങ്ങനെയുള്ള എക്സാംസിനൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, ഉച്ചകോടികളും അതിന്റെ വേദികളും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. ഞാൻ ജസ്റ്റ് ഉച്ചകോടികൾ ഏതൊക്കെ, വേദികൾ ഏതൊക്കെയെന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് ഒന്നാമതായിട്ട് നോക്കുന്നത് G20 ഉച്ചകോടിയാണ് കേട്ടോ. ഞാൻ മുന്നേ G20 ബ്രിക്സിനെ പറ്റിയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്രിക്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയണമെന്നുള്ളവര് അങ്ങനെ ആ വീഡിയോ കണ്ടു നോക്കുക. ടോപ്പിക് വൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക് വൈസിന്റെ വീഡിയോകളും കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കുന്നത് G20 ഉച്ചകോടിയാണ് കേട്ടോ. G20 ഉച്ചകോടി 2023, 24, 25 പിന്നെ 24 നടക്കാൻ പോകുന്നതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ 2023 നടന്നത് 18th ആണ് കേട്ടോ. 18ാമത് G20 ഉച്ചകോടിയാണ്. എവിടെയാണ് നടന്നതെന്ന് നോക്കാം. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക, എന്താണ് 19ാമത് G20 ഉച്ചകോടി എവിടെയെന്നായിരിക്കും ചോദിക്കുന്നത്. 2024 ആണോ 25 ആണോ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. 19ാമത് എന്ന് മാത്രമേ ചോദിക്കും. അപ്പൊ നമ്മൾ എന്തറിയുക, 19ാമത് എന്ന് പറയുന്നത് 2024 നടന്നതാണ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതാണ് എന്ന് എന്ത് ചെയ്യുക, കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് 2023, 24, 25 എല്ലാത്തിന്റെയും വേദികൾ അറിയായിരിക്കും. അത് എത്രാമതാണെന്ന് നമുക്ക് അറിയത്തുണ്ടാവില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് എത്രാമതാണെന്ന് കൂടി പഠിച്ചു വെക്കുക. അപ്പം എല്ലാത്തിനും, എല്ലാ ടോപ്പിക് വൈസ് ഞാൻ പറയുമ്പോഴും പറയുന്നതാണ് ഇത് എത്രാമത്. ഇപ്പൊ സ്പോർട്സിന്റെ കാര്യമാണെങ്കിൽ തന്നെ എത്രാമത് സ്പോർട്സ് എത്രാമതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർച്ചിരിക്കുക. ചിലപ്പോൾ അവര് വർഷം ചോദിക്കില്ല. അപ്പൊ 19ാമത് എന്താണ് 2024 നടന്നത് എവിടെയെന്ന് വെച്ചാല് റിയോ ഡി ജനീറോ ആണ്. എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. ഓക്കെ, 2024 19ാമതാണ്. അടുത്ത 20ാമത് എന്ന് പറയുന്നത് 2025 നടക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ ഇനി 2026 നടക്കാൻ പോകുന്നത് 21ാമത് G20 ഉച്ചകോടിയാണ്. എവിടെയാണ്? USA വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, USA വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി നമുക്ക് 2024 തീം അല്ലെങ്കിൽ പ്രമേയം എന്താണെന്ന് നോക്കാം. ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നാണ്. ഇതുവരെ എന്താണ് ഉച്ചകോടികളുടെ തീംസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഡേറ്റ്സും തീംസും ഉണ്ടല്ലോ, ഒരു ദിവസങ്ങളും അതിന്റെ പ്രമേയങ്ങളാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. എങ്കിൽ കൂടിയും ഇനി എങ്ങനെ ചോദിക്കുമെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ 2024 കഴിഞ്ഞതിന്റെ G20 ഉച്ചകോടിയുടെ തീം കൂടെ നമ്മളൊന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് G20 ഉച്ചകോടി. 23 നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. 23 ഇന്ത്യയിൽ നടന്നത് കൊണ്ട് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. 24, 25, 26 എന്തായാലും ഓർത്തിരിക്കണം. G20 കഴിഞ്ഞു. ഇനി G7 ആണ്. അപ്പൊ G7 ഉച്ചകോടി 2023 എത്രാമതായിരുന്നു? 49ാമതായിരുന്നു കേട്ടോ. 49ാമത് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ് നടന്നത്. 24 50ാമതാണ് ഇറ്റലി, അപ്പുലിയയിലെ ഇറ്റലിയിലാണ്, അപ്പുലിയ എന്ന സ്ഥലത്താണ് നടന്നത്. അടുത്ത 25ാമത് 51ാമതാണ് നടക്കുന്നത്. എവിടെയാണ്? കാനഡയിലാണ് നടക്കാൻ പോകുന്നത്. ഈ G7 എന്ന് പറയുമ്പോൾ ഒരു 7 മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് എന്ന് ഓർത്ത് വെക്കുക. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് G7 എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ 2024 ഇറ്റലി എന്ന് ഓർത്ത് വെക്കുക, 25 കാനഡ എന്നും കൂടി ഓർത്ത് വെക്കുക. അടുത്ത് നമുക്ക് ബ്രിക്സ് നോക്കാം. ബ്രിക്സ് 2023 15ാമത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് നടന്നത്. 2024 16ാമതായിരുന്നു കസാൻ, റഷ്യ. എല്ലാ എക്സാംസിനും, കഴിഞ്ഞ LDCയിലൊക്കെ എല്ലാ എക്സാംസിനും എല്ലാ സ്റ്റേജിലുമാണ് എന്താണ് ചോദിച്ചത്? ബ്രിക്സ് ആണ് ചോദിച്ചത്. കസാൻ, റഷ്യ ഒത്തിരി തവണ ചോദിച്ചു, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തവണ കഴിഞ്ഞ എക്സാംസിന്, LDC ഉൾപ്പെടെയുള്ള എക്സാംസിന് ചോദിച്ച ഒരു ഉച്ചകോടിയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. കസാൻ, റഷ്യ തന്നെയാണ് 1-2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചിരുന്നത് കേട്ടോ. അപ്പൊ ഇനി അടുത്ത 2025 17ാമതാണ് നടക്കുന്നത്. റിയോ ഡി ജനീറോ ഇവിടെ തന്നെയാണ്, ബ്രസീലിൽ തന്നെയാണ്. ഓർത്തു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിക്സിന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ആ വീഡിയോ കണ്ടു നോക്കാം. അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. ബ്രിക് വാസ് എ ഗ്രൂപ്പ് ഫോർ 4 കൺട്രീസ് ആണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്ന് പറയുന്നത് ഒരു 4 കൺട്രിയാണ്. പിന്നെ ഓരോരുത്തർ ജോയിൻ ചെയ്തതാണ് അതില്.
സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്തപ്പോഴാണ് ബ്രിക് എന്നുള്ളത് ബ്രിക്സ് ആയത്. അപ്പൊ എസ് കൂടെ വന്നു. അതിങ്ങനെ ഓർത്തത്, ഇത് ബ്രസീല്, ഇത് റഷ്യ, ഇത് ഇന്ത്യ, ഇത് ചൈന, പിന്നെ എസ് കൂടെ വന്നപ്പോ സൗത്ത് ആഫ്രിക്ക, അങ്ങനെയാണ് ബ്രിക്സ് ആയത്. ഓക്കെ, 2010 സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഒരു പുതിയ 4 മെമ്പേഴ്സ് കൂടി വന്നിട്ടുണ്ട്. ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെമ്പേഴ്സ്. UAE ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ഇറാൻ ഉണ്ട് കേട്ടോ. 10th മെമ്പർ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2006 ആദ്യത്തെ സബ്മിറ്റ് നടന്നത് 2009 റഷ്യയില്. ഓക്കെ, ഇതാണ് ഇത്രയും ബ്രിക്സിനെ പറ്റിയുള്ള ചെറിയൊരു ബ്രീഫിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് എന്ത് തന്നെയാണ്? വേദികൾ തന്നെയാണ്. അപ്പൊ 2024 കസാൻ റഷ്യ എല്ലാവർക്കും അറിയാം, കാരണം ഒത്തിരി നമ്മൾ എക്സാംസിനെ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 25 നോക്കി വയ്ക്കുക. 17ാമത് നടക്കുന്നത് ബ്രസീലിലാണ്. പിന്നെ ബീംസ്റ്റെക് സബ്മിറ്റ് നോക്കുക. 2025 നടക്കുന്നത് 6ാമത് ബീംസ്റ്റെക് ആണ് കേട്ടോ. തായ്ലാന്റിൽ വെച്ചിട്ടാണ്, ബാങ്കോക്കില് തായ്ലാന്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ടീം ബീംസ്റ്റെക് എന്ന് പറയുന്നത് പ്രോസ്പെറസ്, റെസിലിയന്റ് ആൻഡ് ഓപ്പൺ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ടീമുകൾ അങ്ങനെ ചോദിക്കാറില്ല, എന്നാൽ എങ്കിൽ കൂടി നമുക്കറിയില്ല ഇനി അടുത്ത് അതായിരിക്കും ചോദിക്കുന്നത് എന്ന് വിചാരിച്ചാണ് ഞാൻ എന്ത് ചെയ്യുക, ടീമും കൂടി നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതെല്ലാം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അറിയാം. പക്ഷെ എന്ത് ചെയ്യാ, നമുക്ക് അറിയില്ല എന്താണ് ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, നമ്മള് പഠിച്ചു വെക്കണം. അപ്പൊ ഈ എക്സാം വരുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് എന്ത് ചെയ്യാം, ഞാൻ ടോപ്പിക് വൈസ് ആയിട്ട് എല്ലാം ടോപ്പിക് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരുന്നാൽ മതി. വീഡിയോ ആണ്, ഒരു 10-15 മിനിറ്റുള്ള വീഡിയോകൾ. അപ്പൊ അത് ഒത്തിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം പഠിച്ചതാണെങ്കിൽ ഓർമ്മ വരും. പിന്നെ 2024 ഫുൾ കറണ്ട് അഫയേഴ്സ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണുമ്പോൾ ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഓർക്കാൻ പറ്റും. ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ ഫുള്ള് മാർക്ക് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എങ്ങനെയെങ്കിലും പോയാലും അറിയില്ലല്ലോ ഏത് ക്വസ്റ്റ്യനാണ് നമുക്കറിയാം. അപ്പം മാക്സിമം കിട്ടാവുന്ന അത്രയും മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് കേട്ടോ. നന്നായിട്ട് പഠിക്കണം. നമുക്കിനി ആസിയൻ ഉച്ചകോടി നോക്കാം. എന്നുവെച്ചാല് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്തോനേഷ്യ ജക്കാർത്തയാണ്. അപ്പോ 2 നടക്കാറുണ്ട് കേട്ടോ ഒരു വർഷം. 2023 42-ഉം 43-ഉം ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ്. അത് ഹെഡ് ക്വാർട്ടറിൽ വെച്ചിട്ട് തന്നെയാണ്. 24 44-ഉം 45-ഉമാണ് ലാവോസ് ആണ്. പിന്നെ 25 46-മതും 47-മതും മലേഷ്യയാണ്. 26 നടക്കുന്നത് അപ്പോ 48-ഉം 49-ഉം ആയിരിക്കുമല്ലോ, ഫിലിപ്പീൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. 23 നോക്കിയില്ലെങ്കിലും 24, 25, 26 നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. 44, 40 ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. 44-ആമെന്നോ 45-ആമെന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ആസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ്. അടുത്ത് നോക്കുന്നത് നാറ്റോ ആണ് കേട്ടോ. നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. എന്താണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ എന്ന് പറഞ്ഞാൽ. ആ സബ്മിറ്റ്സ് എവിടെയാണ് നടന്നത് വെച്ചാൽ 2024 വാഷിംഗ്ടൺ DC, യുഎസിലെ വാഷിംഗ്ടൺ DC-യും 25 നടക്കാൻ പോകുന്നത് എവിടെയാണ്, നെതർലാൻഡ്സിലുമാണ് കേട്ടോ. ഏതാണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ എന്ന് പറയും. നാറ്റോ ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് കോൺഫറൻസ് എന്ന് പറയും, COP29. ഇപ്പം ഓരോ പ്രാവശ്യം നടക്കുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ 29-ആണ്. അപ്പൊ അതായത് കാലാവസ്ഥ ഉച്ചകോടി എന്ന് പറയും. ബാക്കു അസർബൈജാനിലാണ് നടന്നത്. അപ്പോൾ 2024 തീം എന്ന് പറയുന്നത് ഇൻ സോളിഡാരിറ്റി ഫോർ എ ഗ്രീൻ വേൾഡ് എന്നാണ്. COP28 നടന്നത് എന്നാണ് 2023 ദുബായിലാണ് നടന്നതെന്ന് ഓർത്തിരിക്കുക. 2024 COP29 അസർബൈജാനിലാണ്. അതുപോലെ നാം സബ്മിറ്റ്, നാം എന്ന് പറഞ്ഞാൽ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്നാണ് നാമിന്റെ പേര്. അത് 2024 19-ാമതാണ് നടന്നത്, ഉഗാണ്ടയിലാണ് കേട്ടോ. അതുപോലെ അപെക് ഉച്ചകോടി ഉണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ SCO സബ്മിറ്റും ഉണ്ട്. അപെക് 2023 US ആയിരുന്നു. 24 31-ാമതാണ് പെറുവിലായിരുന്നു. 25 എവിടെയാണ്, സൗത്ത് കൊറിയയിലാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ SCO സബ്മിറ്റ്സ് ഉണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് ചൈനയിലാണ്, ബീജിംഗ്. 23 നടന്നത് ഇന്ത്യ, 24 കസാക്കിസ്ഥാനാണ് കേട്ടോ. അപ്പോ ഏതാ ചോദിക്കുന്നതെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത് ക്വാഡ് എന്ന് പറയും. ക്വാഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലേറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് ആണ്. അത് US-ലായിരുന്നു. വേൾഡ് ഫുഡ് ഇന്ത്യ 3rd എഡിഷൻ നടന്നത് 2024-ലാണ്, ന്യൂഡൽഹിയിലാണ്. AI സബ്മിറ്റ്, ഗ്ലോബൽ ഇന്ത്യ AI സബ്മിറ്റ് 2024 നടന്നത് ന്യൂഡൽഹി തന്നെയാണ്. ഹൈഡ്രജൻ സബ്മിറ്റ് നടന്നത് നെതർലാൻഡ്സിലാണ്. ഇന്ത്യ എനർജി വീക്ക് 2024 ഗോവയിലാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ 10th റൈസീന ഡയലോഗ് 2025 നടന്നത് ന്യൂഡൽഹിയിലാണ്.
തീം എന്ന് പറയുന്നത് കാലചക്ര, പീപ്പിൾ, പീസ് ആൻഡ് പ്ലാനറ്റ് എന്നാണ്. എത്രാമതാണ്? 10th ആണ് നടന്നത്. റൈസീന ഡയലോഗ് ആണ് കേട്ടോ. 2025 ആണത് കേട്ടോ. 2025 ചിലത് 24 ആയിരിക്കും. പിന്നെ വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് WSDS എന്ന് പറയും. 2025 നടന്നത്. അത് എവിടെ തന്നെയാണ് നടന്നത്? ഇന്ത്യയിൽ, ന്യൂഡൽഹിയിലാണ് നടന്നത്. ഇന്ത്യയിൽ മിക്കവാറും ന്യൂഡൽഹി തന്നെയായിരുന്നു നടക്കുക. അതിന്റെ തീം കൂടി ഒന്ന് നോക്കാം. പാർട്ണർഷിപ്സ് ഫോർ ആക്സലറേറ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻസ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാത്തിന്റെയും തീം പഠിക്കാൻ. നമുക്ക് ഡേറ്റ്സ് ആൻഡ് തീംസും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അടുത്ത 10th വേൾഡ് ആയുർവേദ കോൺഗ്രസ് എവിടെയാണെന്ന് വെച്ചാൽ ഡെറാഡൂണിലാണ് ഹോസ്റ്റ് ചെയ്തത്. അതിന്റെ തീം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഹെൽത്ത് ആൻഡ് ആയുർവേദ പെർസ്പെക്റ്റീവ് എന്നാണ്. എത്രാമതാണ്? 10th ആയുർവേദ കോൺഗ്രസ്. അതുപോലെ അടുത്ത് വേൾഡ് മാരിടൈം കോൺഫറൻസ് ഉണ്ട്. 2024 നടക്കുന്നത് എവിടെയാണ്? ചെന്നൈ, ഇന്ത്യയാണ് കേട്ടോ. 2024 നടന്നു കഴിഞ്ഞു. ഹോസ്റ്റ് ചെയ്തത് എവിടെയാണ്? ചെന്നൈ ആണ് കേട്ടോ. ചെന്നൈയിൽ നടന്നത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. മാരിടൈം കോൺഫറൻസ് ആണ്. അടുത്ത 112th ILO അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇന്റർനാഷണൽ ലേബർ എന്ന് പറയുമ്പോൾ ILO ആണെന്ന് നമുക്കറിയാം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതിന്റെ കോൺഫറൻസ് നടന്നത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. അതിന്റെ ILOയുടെ ഹെഡ്ക്വാർട്ടർ വരുന്നത് സ്വിറ്റ്സർലാൻഡിൽ തന്നെയാണ്. അപ്പൊ അവിടെ തന്നെയാണ് നടന്നതെന്ന് ഓർത്ത്. ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ് വരുന്നത് കേട്ടോ. 112th. അതുപോലെ തന്നെ 77th വേൾഡ് ഹെൽത്ത് അസംബ്ലി 2024 നടന്നത് എവിടെ തന്നെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. ഓക്കെ, ഇനി കുറച്ച് മിസലേനിയസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൂടി നോക്കാം. വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് നടന്നത് ദുബായിലാണ്. 2025 2025 UAE ദുബായിലാണ്. പിന്നെ ഫസ്റ്റ് എവർ വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സബ്മിറ്റ് വേർബ്സ് എന്ന് പറയുന്നത് എവിടെയാണ് നടന്നത്? ഇന്ത്യയിലാണ് നടന്നത് കേട്ടോ. 2025. പിന്നെ AI ആക്ഷൻ സബ്മിറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ് നടന്നത്. 8th ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 2025 നടന്നത് മസ്കറ്റ്, ഒമാനിലാണ്. വേൾഡ് ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി സബ്മിറ്റ് 2024 നടന്നത് ബ്രസൽസിലെ, ബെൽജിയം ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഉച്ചകോടികൾ. അപ്പൊ ഇതെല്ലാം PSCക്ക് ചോദിക്കുന്നതല്ല. നിങ്ങൾക്ക് SSC പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ചോദിക്കും. സാധാരണ നമുക്ക് PSC എക്സാംസിന് ചോദിക്കുന്നത് ബ്രിക്സ്, G20, G7, നാം, നാറ്റോ ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പക്ഷെ ഇനി എന്തൊക്കെ ചോദിക്കുമെന്ന് നമുക്കറിയില്ല. ഈ ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ചോദിക്കാം, അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഈ SSC UPSC എഴുതുന്ന എല്ലാവർക്കും, ബാങ്ക് എഴുതുന്നവർക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്തായാലും നന്നായിട്ട് പഠിച്ചിരിക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. G20, G7, ബ്രിക്സ്, നാറ്റോ, നാം, അപ്പക്, ബീംസ്റ്റെക്, ആസിയാൻ ഒക്കെ എന്ത് ചെയ്യുക, കുറച്ച് നന്നായിട്ട് ഓർത്തിരിക്കുക. ബാക്കി എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചിരിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നത് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ടോപ്പിക് വൈസ് എല്ലാം കൂടി ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ ഇനി എക്സാംസ്, പ്രിലിംസിനൊക്കെ. അപ്പൊ എന്ത് ചെയ്യലും നന്നായിട്ട് പഠിക്കുക. ടോപ്പിക് വൈസ് നോക്കുക. ഫുൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം. 10 മാർക്ക് ആണെങ്കിൽ നമുക്ക് ഒരു 9 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എല്ലാ ടോപ്പിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനുള്ള ബലം നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.